എൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, ലവ് മാരേജ് ആണെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ആ ചായ കുടിച്ച ബന്ധത്തിലാണ് നമ്മൾ കല്യാണം ഉറപ്പിക്കുന്നത്, അത് ഒരിക്കലും ശരിയാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും കൃത്യമായ പ്രീ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. കൃത്യമായ അന്വേഷണങ്ങൾ ഉണ്ടാവണം, സാമ്പത്തികാവസ്ഥ നോക്കണം, കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കണം, സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും പ്രവൃത്തിയുടെയും സാമ്പിളുകൾ എടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി അന്വേഷിക്കുക. അപ്പോൾ നല്ലൊരു ജോലി, നല്ലൊരു വിദ്യാഭ്യാസം, നല്ലൊരു കുടുംബ പശ്ചാത്തലം, നല്ലൊരു പെരുമാറ്റം, സ്വഭാവം, സുഹൃത്തുക്കളെ കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ പെരുമാറ്റവും സ്വഭാവവും കാര്യങ്ങളൊക്കെ. സാമ്പത്തികാവസ്ഥ, അവൻ്റെ വിദ്യാഭ്യാസം നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അവൻ്റെ പ്രവൃത്തികളിലൂടെ കൃത്യമായി ഒബ്സർവേഷൻ നടത്തിയതിന് ശേഷം ഇമോഷണലി ഉള്ള വാക്കുകൾ കൊടുക്കലും അതുപോലെ തന്നെ ഫിസിക്കലി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ലവ് മാരേജ് ആയാലും ശരി, അറേഞ്ച് മാരേജ് ആയാലും ശരി. അപ്പോൾ രണ്ട് മാരേജ് ആണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധ ഉണ്ടാവേണ്ടത്.